അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പേരിലുള്ള വലിയ അഹങ്കാരമാണ് ഇന്ന് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത്, ഗസയിലെ പെൺമക്കളെ സ്ത്രീകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, ദുർബലരായ ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ അവിടുത്തെ ദുർബല ജനവിഭാഗങ്ങളെയും അമേരിക്കയും ഇസ്രയേലും നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചേതോവികാരവും അഹങ്കാരമാണ്, പൊങ്ങച്ചമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഈ പൊങ്ങച്ചത്തിന് ഏറെ നാൾ നിലനിൽക്കാൻ സാധിക്കില്ല. ഇപ്പോഴും നിങ്ങൾ അതാണോ പറയുന്നത് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അമേരിക്കക്കും ഇസ്രയേലിനും അവരുടെ പൊങ്ങച്ചത്തിന് ഏറെ നാൾ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുമ്പോൾ കൃത്യമായ വർത്തമാനങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ വിലയിരുത്തേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്നു, ലോകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ ബീജാവാപം ചെയ്യാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം എന്ന് പറയുന്ന ആശയവുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പ്രതീക്ഷ നൽകുന്ന ഘടകം എന്ന് പറയുന്നത്. ബ്രിട്ടൻ അടക്കമുള്ള, ആസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമല്ല, പല യൂറോപ്യൻ രാജ്യങ്ങളും പല പാശ്ചാത്യൻ രാജ്യങ്ങളും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഫലസ്തീന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിൽ അതുകൂടി നമ്മൾ വായിക്കണം. അഹങ്കാരത്തിന് നിലനിൽപ്പുണ്ടാവില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അഹങ്കാരം തുടരുകയാണ്. നെതന്യാഹുവിന്റെ അഹങ്കാരം തുടരുകയാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഫലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ലെന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ അത് നെതന്യാഹുവിന്റെ സ്വപ്നമാണ്. ഫിർഔനും കാറൂനും ഹിറ്റ്ലറും മുസോളിനിയും പോയ ലോകത്തേക്ക് സൈനിസവും നെതന്യാഹുവും സാമ്രാജ്യത്വവും എല്ലാം മടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹങ്കാരത്തിന്റെ ലാഞ്ചനകളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഗസയിലെ ജനതയ്ക്ക് അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ സ്ത്രീകൾക്ക്, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള അവസരം പടച്ച തമ്പുരാനെ നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ നീ സഹായിക്കണമേ തമ്പുരാനെ.